Hi all of you. Are you all ready? Are you all ready for the class? If you take a notebook, write down 7:30 a.m. 7:30 a.m. Okay, write down. Finish writing. Then write down 9:45 p.m. 9:45 p.m. Do you got like this? 7:30 അല്ലേ പറഞ്ഞേ? 7:30 a.m. ഇങ്ങനെ കിട്ടിയോ? 7 full colon 30 then a.m. then 9:45 p.m. 9 full colon 45 p.m. ഇങ്ങനെ കിട്ടിയ എല്ലാവർക്കും. Then you put tick mark. കിട്ടിയവർ ഇങ്ങനെ ടിക്ക് ഇട്ടേ. Okay. This is a correct way of writing time. അപ്പം നിങ്ങൾ ഡോട്ട് ഇല്ലാതെ എഴുതാൻ പാടില്ല. എമ്മിന്റെ ഇടയ്ക്ക് ഡോട്ട് വേണം കേട്ടോ. പിന്നെ ടൈം എഴുതുമ്പോൾ അതിന് ഫുൾ കോളനും വേണം. Today we are going to study the exercise B. What will be the time? Shall we go through the question? This is exercise 3.2 B ആണ്. This you have to do in your notebook. Okay. First one. 1 hour after 6 a.m. 1 hour after 6 a.m. We have to, the question is 1 hour after 6 a.m. We have to find the time. Suppose your mom is telling you after 1 hour, now the time is 6 a.m. You just wake up and now after 1 hour you must be ready for studying. അതായത് ഇപ്പൊ നിങ്ങൾ എണീറ്റതേ ഉള്ളൂ. നിങ്ങൾ അമ്മ പറയാണ് ആഫ്റ്റർ 1 hour. ഇപ്പം 6 മണിയായി, 1 hour കഴിയുമ്പം യു ഹാവ് ടു ഗെറ്റ് റെഡി, പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടി എപ്പോ റെഡി ആക്കണം? 6 മണിയായതേ ഉള്ളൂ. 1 മണിക്കൂർ കറക്റ്റ് 6 ആയി. ഇപ്പം 6 a.m. ആണ്. കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പം യു ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ സ്റ്റഡി. അപ്പോൾ എപ്പോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി റെഡി ആവണം എന്നാണ് അമ്മ പറഞ്ഞത്? എങ്ങനെ കണ്ടുപിടിക്കും? 6 + 1 കണ്ടാൽ മതി അല്ലേ? എങ്ങനെ കാണും? 6 a.m. ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 6 a.m. plus 1 hour. This is in the morning itself. അല്ലെ? 1 hour gives. അപ്പൊ നിങ്ങൾ എപ്പോ റെഡി ആകണം? നമ്മളെപ്പോ പഠിക്കാൻ വേണ്ടി എപ്പോ ഇരിക്കണം? യെസ്, 7 അല്ലെ? 7 a.m. ആണോ p.m. ആണോ? യെസ്, a.m. അല്ലെ? Then second question. 3 hours after 10 a.m. 3 hours. Next question. 3 hours after 10 a.m. 3 hours. Now the time. Again your mom is telling. Now the time is 10 a.m. After 3 hours, you can play. You can play. അപ്പൊ നിങ്ങൾ എത്ര മണിക്ക് കളിക്കാനായിട്ട് പോകണം എന്നാണ് അമ്മ പറയുന്നത്? നൗ ദ ടൈം ഈസ്, അമ്മ പറയുക 10 a.m. ആണ്. ഇപ്പൊ 10 a.m. ആയി. അപ്പൊ നിനക്ക് 3 മണിക്കൂർ കഴിഞ്ഞാൽ, 3 hours കഴിഞ്ഞാൽ നിനക്ക് യു ക്യാൻ ഗോ ഫോർ പ്ലേ. എപ്പോ പ്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ? എത്ര ടൈം നോക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 hours എങ്ങനെ കണ്ടുപിടിക്കും? എപ്പോഴാണ് കളിക്കുന്ന സമയം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. യെസ്,
10+3 അല്ലെ? 10+3 എത്രയാണ്? 13 ആണെന്നറിയാം അല്ലെ? അപ്പൊ നിങ്ങളുടെ ക്ലോക്കില് ഇപ്പൊ എത്രയാണ്? 10 ആയി. 10 ആണ് സമയം. ഇപ്പം നമ്മള് എപ്പോ കളിക്കാൻ പോകാന്നാണ് അമ്മ പറഞ്ഞത്? 10+1 11, 11+1 12. നമ്മള് 10+3 കൂട്ടിയാൽ എന്താ? 13 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ക്ലോക്കിൽ എന്താണ്? 12 വരെയുള്ള അല്ലെ? അപ്പം 10+3 എന്ന് പറയുമ്പോ 1 2 3 ആണ്. അപ്പം 10+1 11, 11+1 12, 12+1 1 o'clock ആണ്. 1 o'clock എന്ന് പറയുമ്പോൾ 1 o'clock AM ആണോ PM ആണോ? ഇപ്പൊ ടൈം AM-ലാണ് നിൽക്കുന്നത്. അപ്പൊ 1 o'clock എന്ന് പറയുന്ന ഏത് ടൈം ആയിരിക്കും? യെസ്, PM ആയിരിക്കും അല്ലേ? അപ്പം write down 10 AM plus 3 hour equal to 1 PM. 1 PM. This is the answer. Write down in your notebook. എളുപ്പല്ലേ? Look at the third question. 20 minutes after 5:30 PM. Okay, 5:30 PM. After then again your mom is telling you after 20 minutes. Now the time is 5:30 PM. After 20 minutes I will give you some snacks. Then you have to wait for 20 minutes to get the snacks. Then what time will you get the snack? നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി എന്താ ക്ലോക്ക് നോക്കും അല്ലേ? ക്ലോക്ക് നോക്കി കണ്ടുപിടിക്കും. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ ക്ലോക്ക് നോക്ക്, ഞാൻ ഇവിടെ ക്ലോക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈം. എന്റെ ക്ലോക്കിന് ഷേപ്പ് ഒന്നും ഇല്ല, ബട്ട് യു ഹാവ് ടു ഡ്രോ എ റൗണ്ട് ക്ലോക്ക്. Twelve, 6, 9, 3. Now what the time? 5:30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം look here, the hour hand is between 6 and 5 and the minute hand is at 6 അല്ലേ? Is this correct? Yes. That's 5:30 is expressed like this. Then after 20 minutes mom is giving you snacks. Mom will give you snacks. Then how will you find out 5:30 after 20? 5:30 plus 20. നമുക്ക് എണ്ണിയാ മതി അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് 5:30. 30 plus 5 35. 35 plus 5 എത്രയാണ്? 40. 40 plus 5 45. ഇപ്പൊ എത്ര ടൈം ആയി? 5 10 15 ആയി. 20 ആണ് നമുക്ക് വേണ്ടത്. പ്ലസ് 5 50. ഇപ്പൊ എത്ര ടൈം എത്രയാണ്? 5:50. ഇവിടെ ആകുമ്പം ഇത് ഇവിടെ ആകുമ്പോഴാണ് മോം എന്ത് ചെയ്യുന്ന? അമ്മ സ്നാക്സ് തരുന്ന. മോം വിൽ ഗിവ് യു സ്നാക്സ്. ദെൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 5:30 PM പ്ലസ് 20 മിനിറ്റ്സ്. MIN എന്ന് പറഞ്ഞ മിനിറ്റ്സ് ആണ്. നിങ്ങൾ അത് MINUTS എന്ന് എഴുതണം കേട്ടോ. എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. Minutes equal to 30 plus 20
30 പ്ലസ് 23 ഇത് 30 ആണ്. 30 പ്ലസ് 20 എന്ന് പറയുന്ന 35, 40, 45, 50. 5, 50 PM. മനസ്സിലായില്ലേ? നിങ്ങൾ ക്ലോക്ക് വരച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിലിരിക്കുന്ന ക്ലോക്ക് നോക്കിയാലും മതി. ഓക്കെ, then write down the fourth question. Again the time is now at 11:50 PM, night time. After 15 minutes, your mom is telling, after 15 minutes you have to take the medicine. Ipa time, what's the time now? Now it is 11:50. After 15 minutes you have to take your medicine. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ, ടൈം കാൽക്കുലേറ്റ് ചെയ്തേ. you look at your clock or draw a clock. ക്ലോക്ക് വരച്ച് 12, ടൈം എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? ടൈം 11:50. അപ്പൊ 11:50 എന്ന് പറയുമ്പോൾ 11നും 12നും എടുക്കാം അല്ലെ, അവർ ഹാൻഡ്. 50 എന്ന് പറയുമ്പോൾ എവിടെ വരും? ദിസ് ഈസ് 30, 35, 40, 45, 50. മിനിറ്റ് ഹാൻഡ് ഈസ് ഹിയർ. ഇതാണ് മിനിറ്റ് ഹാൻഡ്. ഇനി എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് you have to take medicine? 15. Count 15 എന്ന് പറയുമ്പം 10 plus 5 50. This is 50 അല്ലെ? 10ൽ വരുമ്പോ 50 മിനിറ്റ്. 50 plus 5 55. 55 plus 5 60. ഇപ്പൊ 1 hour ആയി, 12 o'clock ആയി. Then 60 plus 5 65. ഇപ്പൊ എത്ര അവറിലാണ്? ഇപ്പം 12 ആയി അല്ലെ? 12:05 യു ഹാവ് ടു ടേക്ക് യുവർ മെഡിസിൻ. അമ്മ പറഞ്ഞ മെഡിസിൻ കഴിക്കേണ്ട സമയം ഏതാണ്? 12:05. ഇപ്പൊ മനസ്സിലായോ? 5 10 ആയി. 10 plus 5 15 മിനിറ്റ്. കറക്റ്റ് 15 മിനിറ്റ്. അപ്പൊ എത്രയാണ്? 12:05. അപ്പൊ ഇവിടം വരെ 12 മിഡ് നൈറ്റ് ആണ് അല്ലെ? 12 മിഡ് നൈറ്റ് കഴിഞ്ഞ് വന്നാൽ സമയം എന്തായി? AM. പ്ലസ് ഈക്വൽ ടു 12 AM. സോറി, 12:05 AM. മനസ്സിലായോ? റൈറ്റ് ഡൗൺ. Then next question. 2 hours after 11 PM. 2 hours after 11 PM. ഇപ്പൊ 11 PM ആയി. നിങ്ങളുടെ പപ്പ ഒരു വർക്കിന് പോയിരിക്കുക. അപ്പം ഒരു ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയിരിക്കുക. അപ്പൊ ആഫ്റ്റർ 2 hours he will come back. അപ്പം നിങ്ങൾ കാത്തിരിക്കുക. അപ്പൊ ഏത് ടൈമാണ്? നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. എത്രയാ ടൈം? വേഗം കാൽക്കുലേറ്റ് ചെയ്തേ. Your father is out of station now and he will come back after 2 hours. Now the time is 11 PM. Your mom is telling you
Now the time is 11 p.m. After 2 hours, your father will come. Okay, then which time he will come? Which time he will come? This is 12. Now the time is 11 p.m. So the hour hand at 11 and minute hand at 12. Now the time is 11 p.m. 11 o'clock. After 2 hours he will come. 11 plus 1, 12. 12 plus 1, then after 1 hour it will be 12 midnight. Then plus 1 hour, 1 o'clock. 1 o'clock, is it 1 a.m. or 1 p.m.? Now the time is 11 p.m. ആണ്. ഇപ്പോൾ 11 p.m. ആയി. ഇത് 12 midnight ആയി. Then 1 o'clock, 1 a.m. ആണോ p.m. ആണോ? Yes, very good. 1 a.m. 11 p.m. plus 2 hours equal to 1 a.m. 1 a.m. Write down. Look here, next question, 7th one. 40 minutes after 8 a.m. 40 minutes after 8 a.m. Now the time is, your mom is telling, now the time is 8:10 a.m. After 40 minutes you can take a break. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ് ഇപ്പം മണി 8:10 8:10 ആയി. 8:10 a.m. രാവിലെ 8 മണിയായി. 8:10 o'clock ആയി. ആഫ്റ്റർ 40 മിനിറ്റ്സ്. അപ്പം നിങ്ങൾ ചോദിക്കുക എപ്പോഴാണ് എനിക്ക് ബ്രേക്ക് തരുന്നത്, എപ്പോഴാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യുവർ മോം ഈസ് ടെല്ലിങ് യു ആഫ്റ്റർ 40 മിനിറ്റ്സ് യു ക്യാൻ ടേക്ക് ബ്രേക്ക്. അപ്പോൾ ആഫ്റ്റർ 40 മിനിറ്റ്സ് 40 മിനിറ്റ് കഴിയുമ്പോൾ 40 മിനിറ്റ്സ് കഴിയുമ്പം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാമെന്ന് അമ്മ പറയുക. അപ്പം ദെൻ calculate the time. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എയ്റ്റ് ടെൻ a.m. 8:10 എന്ന് പറയുമ്പം 8-നും 9-നും ഇടയിലായിരിക്കും അവർ ഹാൻഡ്. അവർ ഹാൻഡ് ഇൻ ബിറ്റ്വീൻ 8 and 9. 8:10 അല്ലേ? ദിസ് ഈസ് 8 o'clock. 8:10 5:10 8:10. After 40 minutes, she is telling, your mom is telling you, after 40 minutes, you can take break. Then what will be the time? Okay, we can calculate this. Plus 5, 15. 15 plus 5, 20. 20 plus 5, 25. 25 plus 5, 30. Now the time is 5 plus 5, 10, 15, 20. Then again plus 5, 35. 35 plus 5, 40. 5, 10, 15, 20, 25. നമുക്ക് 40 ആണ് വേണ്ടത്. 25 ആയി,
5, 10, 15, 20, 25, 30. 30 plus 5, 35. 35 plus 5, 40. മിനിറ്റ് ഹാൻഡ് എവിടെ വരും? എവിടെ വരുമ്പോഴാണ് ബ്രേക്ക് തരുമെന്നാണ് അമ്മ പറഞ്ഞത്? യെസ്, ഈ 50 വരുമ്പോഴാണ് ബ്രേക്ക്. യു വിൽ ഗെറ്റ് എ ബ്രേക്ക്. 8:50 വരുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടും. നമുക്ക് 8:10 ആണ് ടൈം. ആദ്യമേ എന്ത് ചെയ്യണം? നിങ്ങൾ ടൈം വരയ്ക്കണം. അപ്പൊ 8:10 എന്ന് പറയുമ്പം 8നും 9നും ഇടയിൽ. അപ്പൊ 5:45 എന്ന് പറയുമ്പം ഏതിന്റെ ഒക്കെ ഇടയിലായിരിക്കും അവർ ഹാൻഡ്? 5:45. അപ്പൊ 5നും 6നും ഇടയിൽ. 5 കഴിഞ്ഞു, 5:45 ആണ്. അപ്പൊ 5നും 6നും ഇടയിലാണ്, അല്ലാതെ 4നും 5നും ഇടയിലല്ല വരയ്ക്കേണ്ടത്. അപ്പൊ 5നും 6നും ഇടയിലാണ് അവർ ഹാൻഡ് വരയ്ക്കേണ്ടത്. 45 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കണം. ഇവിടെ വരുമ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45. അല്ലെങ്കിൽ ഒരു എളുപ്പം മെത്തേഡ് ഉണ്ട്. ഇത് 12 വരുമ്പോൾ ഫുൾ അവർ ആണെന്നറിയാമല്ലോ. ദെൻ 3 വരുമ്പോൾ 15. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലോക്കിൽ നോക്കി മനസ്സിലാക്കണം. ഇത് കണ്ടോ, ഇത് ക്ലോക്ക് ആണെങ്കിൽ അതാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇത് ഫുൾ അവർ. 12 വരുമ്പോൾ ഫുൾ അവർ. ഇവിടെ 3 വരുമ്പം 15. ഇനി 6 വരുമ്പം 30, അരമണിക്കൂർ എന്നൊക്കെ പറയും. ഇത് കാല്, 15. 30 അര. ദെൻ 9. ഇത് 45 മിനിറ്റ്. അപ്പം ഇത് 3 ആണ്. 3-ലെത്തുമ്പോൾ 15 മിനിറ്റ്, 6-ലെത്തുമ്പോൾ 30 മിനിറ്റ്, 9-ലെത്തുമ്പോൾ 45 മിനിറ്റ്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ടൈം എത്രയാണ്? 8:50 അല്ലെ? ടൈം ഈസ് 8:50. അപ്പൊ 10-ൽ ഇപ്പൊ 8:10 ആണ്. 8:10 കഴിഞ്ഞ് 40 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടും. 40 മിനിറ്റ് ഒന്നുകിൽ ഇത് 8:10 പ്ലസ് 40 കൂട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ആ ക്ലോക്കുമായിട്ടൊരു പരിചയമാവും. ഇങ്ങനെ വരച്ച് കണ്ടുപിടിക്കുമ്പോൾ 8:10 എന്ന് പറയുമ്പോൾ 8:10 പ്ലസ് 40 മിനിറ്റ്. 5, 10, 15, 20, 25, 30, 35, 40. അപ്പം 8:50. AM ആണോ PM ആണോ? AM. ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. Have to do this as homework. 20 minutes after 6:20 PM. ഇത് മുഴുവൻ ഞാൻ ചെയ്തു തന്ന എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടൈം ആർക്കും അത്ര ക്ലിയർ ആയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് നോക്കി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കി പറയണമെന്ന്. എത്ര പേര് അങ്ങനെ ചെയ്തവരൊന്ന് കൈപൊക്കിക്കേ. എത്ര പേര് ആത്മാർത്ഥതയോടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്? അത് പലരുടെയും ക്ലോക്ക് കാണുമ്പോൾ നിങ്ങൾ ടൈം എഴുതിയത് കാണുമ്പോൾ അറിയാം പലരും ടൈം തെറ്റിച്ചാണ് എഴുതി അയച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ. അപ്പൊ ഈ ടൈം കൂട്ടുകയും കൂടി ചെയ്യുമ്പോൾ എന്തായാലും തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ രണ്ടോ മൂന്നോ എണ്ണേ ചെയ്യിപ്പിക്കുള്ളായിരുന്നു. കാരണം ദിസ് ഈസ് നീഡഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ടൈം. ഇതൊരിക്കലും കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. The last question you have to do as homework. 20 minutes after 6:20 PM. Look here, this is 6:20 PM. After 20. ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. 6:20, 20യുടെ കൂടെ ഒരു 20 മിനിറ്റ് ആണ് കൂട്ടാൻ പറഞ്ഞത്. അപ്പൊ അത് പ്രത്യേകം ഓർക്കാം. മിനിറ്റ് ആണ്, ഇവിടെ അവർ ആണ്, ഇവിടെ മിനിറ്റ് ആണ്. അപ്പൊ മിനിറ്റിന്റെ കൂടെ കൂട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ മാത്രമേ കൂട്ടാവുള്ളൂ. ഇവിടെ കൊണ്ട് മിനിറ്റ് കൂട്ടരുത്. ദിസ് ഈസ് അവർ ഹാൻഡ്, ദിസ് ഈസ് അവർ, ദിസ് ഈസ് മിനിറ്റ് അല്ലെ? അത് മനസ്സിലായല്ലോ. 8:10 എന്ന് പറയുമ്പോ എന്താണ്? 8 hour 10 minute.
അപ്പം നമ്മൾ മിനിറ്റ് എവിടെയാണ് കൂട്ടേണ്ടത്? മിനിറ്റ് മിനിറ്റിനോടേ കൂട്ടാൻ പറ്റുള്ളൂ. അവറിന്റെ കൂടെ കൊണ്ട് മിനിറ്റ് ഒരിക്കലും കൂട്ടരുത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. പിന്നെ AM ഇടുമ്പം A.M, PM ഇടുമ്പം P.M, അവർ എഴുതുമ്പം ഒരു ഫുൾ കോളൻ, അതായത് 2 കുത്ത്, 2 പോയിന്റ്. മണിക്ക് എങ്ങനെയായിരുന്നു? മണി എഴുതുമ്പോ എങ്ങനെയായിരുന്നു? ₹20 ₹35 എങ്ങനെ എഴുതും? 20 ₹35 ഇങ്ങനെയാണോ എഴുതുന്നത്? അല്ല, എന്തിടണം? റുപ്പി ഇടണം അല്ലെ? ₹20 ₹35 ഇങ്ങനെ ഇട്ടാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഇങ്ങനെ ഇട്ടാൽ മാർക്ക് കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും എക്സാമിന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? This you have to do as homework. Okay, എളുപ്പമല്ലേ? Okay. But next, in the next class you have to come with a calendar. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഒരു കലണ്ടർ എടുത്തിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. Okay.